ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ടില്ല. ഇന്നാണിപ്പോൾ എടുക്കാൻ വന്നതാണെങ്കിൽ കുറച്ച് ലേറ്റ് ആവും ചെയ്തു. ഞാനും സൽമയുണ്ട്. സൽമ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് വരിക കേട്ടോ. എന്തായാലും സൽമ റെഡിയായി. പിന്നെ ഇത്രയും ദിവസം വീഡിയോ എടുക്കാത്ത എന്താന്ന് കുറേ പേര് കമന്റ് ചെയ്തിരുന്നു. എന്താ വെച്ചാൽ ഓരോരോ സാഹചര്യവും സിറ്റുവേഷനും പിന്നെ നമ്മുടെ വയനാട്ടിലെ അവസ്ഥകൾ എല്ലാം അറിയാലോ. അപ്പൊ അതൊക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ മൊത്തത്തിൽ ഒരു മൈൻഡ് ഓഫ് ആയിരുന്നു. മൊത്തത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പ്രശ്നങ്ങളായിരുന്നു. എന്തായാലും കുറേശ്ശൊക്കെ റെഡി ആയി വരുന്നു. പിന്നെ സൽമ ഒന്ന് നമുക്ക് റെഡി ആയി വരാനും കുറച്ച് സമയം എടുത്തു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ അവസ്ഥ അറിയാലോ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ പുലിയും കടുവയും ഒക്കെ എപ്പോൾ നോക്കിയാലും ന്യൂസൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പൊ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. എന്താ വെച്ചാൽ എപ്പോൾ നോക്കിയാലും ഓരോരോ പ്രശ്നങ്ങളാണ്. പിന്നെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം ഇവിടെ ക്യാമ്പ് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ഡാമിന്റെ സൈഡാണ്. അതിപ്പോൾ രാവിലെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ സൽമ മൊത്തത്തില് നമ്മളുമായിട്ട് റെഡി ആയിട്ടോ. നല്ല സെറ്റായി വരുന്നുണ്ട് എന്തായാലും സൽമ, അല്ലേ സൽമ? അപ്പൊ ഇന്ന് രാത്രി ഞങ്ങള് രണ്ടുപേരും ഇവിടെയാണ്. എന്തായാലും ടെന്റൊക്കെ അടിച്ചൊന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. സമയം ഒരുപാടായി. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കുകയും വേണം. പിന്നെ തീയിടണം. അതിന് വിറകൊക്കെ കിട്ടാൻ ഇപ്പൊ പാടാണ്. എന്തായാലും നോക്കട്ടെ കേട്ടോ. എന്തായാലും ടെന്റ് അടിച്ചൊന്ന് സെറ്റ് ആക്കട്ടെ ഞാനും സൽമയും, അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാന്ന്. നമ്മള് ടെന്റൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ അപ്പൊ ഒന്ന് രണ്ടാഴ്ചയല്ല, ഒരു മാസമായി തോന്നുന്നുണ്ട്. ശരിക്കും നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴേ നമുക്ക് ചെറിയ ടെന്റ് മതിയില്ലേ, ഇത്രയും വലുത് വേണ്ട. ശരിക്കും ഒറ്റയ്ക്കാകുമ്പോ ചെറുത് മതി. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ ജിന്നിന്റെ ടെന്റാണ്. പിന്നെ അപ്പൊ എന്തായാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് പടപെടാന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ കേട്ടോ. എന്താ വെച്ചാൽ ലേറ്റായി വരികയാണ് സമയം. പിന്നെന്ന് പറഞ്ഞാൽ ഈ പുലിയുടെ പ്രശ്നം കാരണേ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഇത്രയും ദിവസം ഇറങ്ങാഞ്ഞത്. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ കേട്ടോ. പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. എന്താ വെച്ചാൽ അതുപോലെ കടുവയും പുലിയുടെയും ശല്യമാണ്. പിന്നെ വീഡിയോ എടുക്കാതെ ക്യാമ്പിംഗ് വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്ന ആളല്ലേ. അപ്പൊ പിന്നെ ക്യാമ്പിംഗ് ചെയ്യാതെ എന്താ ചെയ്യാ? അതുകൊണ്ട് അങ്ങ് ഇറങ്ങിയതാ. എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി റെഡി ആക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് രാത്രി ഇതിന്റെ മേളിൽ ചുമ്മാ ഇടാം. എന്താ വെച്ചാ നല്ല മഞ്ഞായിരിക്കും. ഇത് നമ്മള് പച്ചക്കറി പിന്നെ കപ്പ, അരി എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നാളെ പകല് ഒക്കെ വെച്ച് സെറ്റ് ആവാം. കോട്ടം കഴിച്ചിട്ടല്ലേ, വലിയൊരു തണുപ്പായിട്ട് തോന്നണില്ല. വിചാരിച്ചത്ര തണുപ്പില്ല. പക്ഷെ ഞാൻ വിചാരിച്ചേ ഡാമിന്റെ സൈഡ് ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ വലിയ തണുപ്പില്ല. നമുക്കെന്തായാലും തീ കത്തിക്കാൻ കുറച്ച് വിറക് കിട്ടി. കുറച്ച് വിറകല്ല, വലിയൊരു വിറകാണ്. നമ്മള് വിറക് കൊണ്ടുവരാനായിട്ട് സൽമ പേടിച്ച്. ഇതോടെ വീണ് കിടന്ന മരം കേട്ടോ. അപ്പൊ അത് ഇങ്ങ് എടുത്തോണ്ട് വന്നു. ഇത് മുറിച്ചൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ഇത് ഒടിച്ചെടുക്കാൻ പറ്റുമെന്നാ? ഒടിയൂല. ഇതിങ്ങനെ വെച്ചാൽ കത്തിക്കാല്ലേ.
ഇത് നമുക്ക് ഭക്ഷണം വെക്കാനല്ല, വെറുതെ തീയിട്ട് കിടക്കാനാ. എന്താ വെച്ചാൽ തീ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൃഗങ്ങളൊന്നും വരില്ല എന്നല്ലോ പറയണേ. അപ്പൊ അങ്ങനെ ചെയ്യാം. സൽമ വിറക് കൊണ്ടിട്ട് പേടിച്ച്, പാവം പാവാട്ടോ. എന്നോട് നല്ലോണം ഇണങ്ങി. വിളിച്ചാലൊക്കെ വേഗം വരും ഇപ്പോൾ. എന്തായാലും സംഭവമൊക്കെ സെറ്റായി. ഞാൻ എന്തായാലും തീയിട്ടിട്ട്, ഇവിടെ ആരോ തീയിട്ട് പോയിട്ടുണ്ട്. തീ അടുപ്പ് വലിയ ഒരു 2 കല്ലൊക്കെ വെച്ചിട്ട് ചിക്കനൊക്കെ ചുട്ട് തിന്നതായിരിക്കും. അവിടെ തന്നെ തീയാൻ കത്തിക്കാം അല്ലേ. ഇവിടെ തന്നെ കത്തിക്കതാരോ ആദ്യം കൊണ്ടുവന്ന് ഇവിടെയൊക്കെ കത്തിച്ച് പോയതാണ്. സൽമാക്ക് ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സൽമാക്കും ഫുഡ് കൊടുക്കാം. തീ ഒന്ന് കത്തി പിടിക്കാനാണ് പാട്. സൽമ അങ്ങോട്ട് വാ. സൽമ എന്നാ ഇങ്ങോട്ട് വാ. സൽമ എന്നാ. നമുക്കേ ഇതിന്റെ മേളിൽ നമ്മുടെ ആ ഷീറ്റ് ഇടാട്ടോ. ഇതിനകത്ത് ഇപ്പോഴേ മഞ്ഞുവെള്ളം വന്നു തുടങ്ങി. ഇപ്പൊ ഷീറ്റ് ഇട്ടില്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴത്തേക്ക് മഴ പെയ്ത പോലെയാവും. നമ്മളെ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാതെ ഇരുന്ന് ചെയ്തപ്പോൾ എന്തൊക്കെയോ ഒരു തപ്പിക്കളിക്കല്. സൽമാക്ക് ഫുഡ് കൊടുക്കണം. ശരിക്കും നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയമായി. അതാണ് സൽമ ഇങ്ങനെ ചവിട്ടി തേച്ച് നിൽക്കുന്നത്. അപ്പൊ നമ്മള് ഇന്ന് നമുക്ക് കുറച്ച് നൂഡിൽസ് പെട്ടെന്ന് നമ്മുടെ ഗ്യാസിൽ ഉണ്ടാക്കിയിട്ടേ, അടുപ്പിൽ എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. വലിയൊരു കല്ലും അടുപ്പൊക്കെയാണ്. കല്ലൊന്നും ഇവിടെ കിട്ടാനില്ല കേട്ടോ. നിരന്നൊരു സ്ഥലമായതുകൊണ്ട് രാവിലെ കാണിച്ചു തരാം. ഇത് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ആ ഒരു സ്ഥലമാണ് കേട്ടോ. കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പൊ നമുക്ക് മൃഗങ്ങളെ ശല്യമൊന്നും ഇല്ലാണ്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഇപ്പോ ഇതേ ഉള്ളൂ. അതാണ് ഞാൻ ഇവിടെ തന്നെ വന്നത്. ഇവിടെ ആകുമ്പോൾ ഇവിടെ അടുത്തടുത്ത് തന്നെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് സൽമായും കൂട്ടി പോയി നമുക്ക് ക്യാമ്പ് ചെയ്യാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത് കേട്ടോ. അപ്പൊ എന്നാലും ഗ്യാസിൽ നമുക്ക് കുറച്ച് നൂഡിൽസ് ഉണ്ട്. അതും വെച്ച് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് സൽമയ്ക്കും ഫുഡ് കൊടുത്ത് നമുക്കൊന്ന് സെറ്റ് ആവാം അല്ലേ. അപ്പൊ നമ്മുടെ നൂഡിൽസ് അങ്ങ് സെറ്റാക്കിയാൽ അതങ്ങ് കഴിക്കാം. നമ്മുടെ വാട്ടർ ബാഗിൽ വെള്ളം എടുക്കാൻ മറന്നു പോയിട്ടോ. ആ തിരക്കിന്റെ ഇടയിലും പിന്നെ ആ സൽമയുടെ മേളിൽ കയറ്റി ഇതൊക്കെ കൊണ്ടുവന്ന ആ ഒരു ഇതിലൊക്കെ ആകെ വെപ്രാളത്തിൽ ഇതായിപ്പോയി. പിന്നെ ഞാൻ വേറൊരു ബോട്ടിൽ വെള്ളം ഇവിടുന്ന് എടുത്തതാട്ടോ. ഇവിടുന്നല്ല, വരുന്ന വഴിക്ക്. നമുക്ക് കട്ടൻ ചായേ, നമ്മുടെ കട്ടൻ കാപ്പി നമ്മുടെ പാത്രത്തിലാക്കി അടുപ്പിൽ വെച്ചാലോ. ഒരു കമ്പിലാക്കി ഇങ്ങനെ വെക്കാം അല്ലേ. ഇനി കമ്പ് എടുക്കാനിഞ്ഞ് നോക്കട്ടെ. അപ്പത്തേക്ക് ഇതാവട്ടെ അല്ലേ. ഒരു ചെറിയ പച്ചക്കമ്പ് വെട്ടാല്ലേ. തൽക്കാലം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടേ നമുക്ക് കട്ടൻ കാപ്പിയും കൂടി ഉണ്ടാക്കിയാൽ അതും റെഡിയായി. ഇതെന്തായി? പഞ്ചസാരയൊക്കെ കൈയോടെ ഇട്ടങ്ങ് വെക്കാം അല്ലേ.
ഓ, കാപ്പിപ്പൊടി അടിക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിലാണ് കാപ്പിപ്പൊടി. ഇനിയിപ്പോൾ കാപ്പിപ്പൊടി അതായിട്ടെടുക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ചൂടാവട്ടെ. ഓ, കാപ്പി ഇപ്പം തിളയ്ക്കും. പൊടി എടുക്കണമെങ്കിൽ ഈ പെട്ടിക്കകത്താണ് നമ്മുടെ പൊടി. അപ്പോൾ ഇതൊന്നും ആവട്ടെ അല്ലേ. ശരിക്കും സൽമ നമ്മളുമായിട്ട് നല്ലോണം ഇണങ്ങിട്ടോ, നല്ല സെറ്റായി, ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ കടിക്കാൻ വരിക ചവിട്ടാൻ വരിക അങ്ങനെയൊന്നുമില്ല, നമ്മൾ വിളിച്ചാൽ വരും, അങ്ങനെ ഒരു ഇതായിട്ടോ. അങ്ങനെയാണ് ഞാൻ എടുത്തോണ്ട് വന്നത്. നമ്മൾ ഏകദേശം ഒരു 5 മണി 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 7 മണിയൊക്കെ ആയി, 7:15 ആയി. എന്താ വെച്ചാൽ ഒറ്റടിക്ക് 10-12 കിലോമീറ്റർ ഉണ്ട്. ഒറ്റടിക്ക് നടത്തിയല്ല, പതുക്കെ പതുക്കെ വന്ന് ഞാൻ ചായ പിടിക്കാൻ കയറിയപ്പോൾ അതിന് വെള്ളവും മുട്ടായിയൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ പതുക്കെ പതുക്കെയാണ് വന്നത് കേട്ടോ. എന്തായാലും സംഭവം സെറ്റാണ്. നമ്മൾ വിളിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വിളിച്ചാൽ ഒരു അനുസരണയായി, നമ്മൾ പറഞ്ഞാലൊക്കെ കേൾക്കാനും നമ്മൾ വിളിച്ചാൽ ഇങ്ങനെ നോക്കാനും അങ്ങനെയൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ ഉള്ള ക്യാമ്പിംഗ് ഒക്കെ സൽമായ കൂട്ടിയിട്ട് പോകണം എന്നാണ് ആഗ്രഹം. പക്ഷെ നമുക്ക് ഈ മൃഗങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, അങ്ങോട്ട് പോവാ അല്ലേ. ഓഫാക്കട്ടെ. ഇത് ഇറക്കി വെച്ച് സ്റ്റൗ മാറ്റാതെ നമുക്ക് കാപ്പിപ്പൊടി എടുക്കാൻ പറ്റില്ല. കാപ്പിപ്പൊടി എവിടെ? അത് മതി. അപ്പോൾ നമ്മുടെ കാപ്പി റെഡിയായി. കാപ്പി റെഡിയായി, നമ്മുടെ ഫുഡ് റെഡിയായി. നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എല്ലാം വലിച്ചു വാരി കിടക്കുകയാണ്. ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇട്ടതായിരുന്നു. അപ്പോൾ ഇനി എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് സൽമാക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ആ ഫുഡും ഉണ്ടാക്കി സൽമാക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം അല്ലേ. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സൽമാക്ക് ഫുഡ് റെഡിയാക്കി കൊടുക്കാം. എന്തായാലും നമ്മുടെ ഫുഡ് റെഡിയായി, ഇനി സൽമാക്കും കൂടി കൊടുത്താൽ സെറ്റായി. സൽമ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അല്ലേ. സൽമ ഇത് ഗോതമ്പ് തവിടാട്ടോ, അത് കണ്ട ഗോതമ്പിന്റെ തവിട് ഇങ്ങനെ നനച്ച് പുട്ടുപൊടി പോലെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം. സംഭവം സെറ്റായി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇവിടെ അങ്ങ് ഇരിക്കല്ലേ. ഇത് സൽമയുടെ ദേഹത്തിടുന്ന പുതപ്പാട്ടോ, അതിൽ തന്നെ ഞാൻ ഇരിക്കാൻ പോണേ. നമ്മുടെ കാപ്പി എടുക്കട്ടെ. അടിപൊളി. ഇപ്പൊ കുറച്ച് തണുപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ടോ അല്ലേ സൽമ. ഞാൻ കഴിക്കട്ടെ? സൽമാക്ക് വേണോ? നമ്മുടെ നൂഡിൽസൊക്കെ തണുത്തു. സൽമ ഞാൻ കഴിക്കട്ടെ? സൽമ വേണോ? എന്നാ ഉറങ്ങായിരുന്നാ? ഉറങ്ങായിരുന്നു അല്ലേ. സൽമ ഉറക്കത്തിലായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാലേ ഇന്ന് നമ്മൾ വന്നപ്പോൾ ആ ഒരു
ഇത്രയും യാത്ര ചെയ്ത് ടയർഡൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു 10-12 കിലോമീറ്റർ നടക്കണത് അല്ലേ സൽമ? നൂഡിൽസ് വേണോ? വേണോ? എന്നാ 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 ഇത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് ഈ ഗോതമ്പിന്റെ തവിട് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ വീട്ടിലാവുമ്പോൾ 2 മുട്ടയൊക്കെ കൊടുക്കലുണ്ടായിരുന്നു വൈകുന്നേരം. മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ചാ മറന്നുപോയി. ഇനിയിപ്പോൾ നാളെ മുട്ടയൊക്കെ മേടിച്ച് സെറ്റാക്കി ഫുഡ് കൊടുക്കാം അല്ലേ? എന്നാ ഓ കയ്യുമ്മ കടിക്കല്ലേ. മതിയാ? ഇനി വേണോ? എന്നാ ഇനി വേണോ? കുറച്ച് ഞാൻ തിന്നട്ടെ. എന്നാ കൈ കടിക്കല്ലേ. എന്നാ വേണ്ട. എന്നാ രണ്ടേ കഴിഞ്ഞു കേട്ടോ സൽമ. കഴിഞ്ഞതേ. ഇല്ല ഇല്ല നിന്റെ പാത്രം പഠിച്ചു തന്നെ ഞാൻ എടുത്തു തരാം നിക്ക്. നല്ല കുട്ടിട്ടാ. പുലിയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സിഗ്നൽ തരണം കേട്ടാ. പുലി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒച്ച ഉണ്ടാക്കി തരണേ കേട്ടോ. പുലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിക്ക് ഇപ്പോ സൽമ മാത്രമേ ഉള്ളൂ. ഇതിലില്ല ഇല്ല. പാത്രം കഴുകട്ടെ. നിന്റെ പാത്രം കഴുകണ്ടേ? ഇനി കട്ടൻ ചായ വേണേ കുറച്ച് തരാം. ഇതിനകത്ത് ഒഴിച്ച് തരട്ടെ? കട്ടൻ കാപ്പി ചൂടാറട്ടെ. കുടിക്കാന്നറിയില്ല. കട്ടൻ കാപ്പി കൊടുത്തു നോക്കാം കേട്ടോ. ചിലപ്പോൾ കുടിക്കാൻ ചാൻസ് ഉണ്ട്. കുടിക്ക്. ചൂടൊന്നുമില്ല. പാത്രമൊക്കെ ഒന്ന് ഉണക്കിയിട്ട് വെക്കാം അല്ലേ? അപ്പം ഞാൻ കിടക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ.
പിന്നെ ഇപ്പോൾ ആകുമ്പോൾ കുറച്ച് കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി, നല്ല കോടമഞ്ഞായി തുടങ്ങി. രാവിലെ നല്ല മഞ്ഞുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കയറി കിടക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇനി നമുക്ക് എന്താണെന്ന് ഇവിടുത്തെ മഞ്ഞും കാര്യങ്ങളൊക്കെ രാവിലെ ഇവിടുത്തെ വ്യൂവും ഒക്കെ കാണിച്ചു തരാം. നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സേഫായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം ഇതായതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥകൾ അറിയാലോ. പിന്നെ ഒന്നാമത് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. എന്താ വെച്ചാൽ കടുവ അതൊക്കെ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്, ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് കൂടുതൽ കാട്ടിലോട്ടും ഫോറസ്റ്റിലോട്ടൊന്നും പോകാഞ്ഞ്. പിന്നെ ഇത്രയും ദിവസം വീഡിയോ എടുക്കാൻ ലേറ്റ് ആയത് ഈ പുലിയും കടുവയും ഉള്ളത് അതൊരു റീസൺ ആണ്, അതൊരു കാരണമാണ്. പിന്നെ അത് മാത്രമല്ല, മൊത്തത്തിൽ ഒരു കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിലെ കാര്യമായാലും ബുദ്ധിമുട്ടൊന്നും അങ്ങനെയല്ല, പാപ്പാക്ക് സുഖമല്ല. പിന്നെ പിന്നെ മൊത്തത്തിലൊരു മൈൻഡ് ഓഫ് ആയിരുന്നു. ശാരീരികമായിട്ട് വയ്യായിരുന്നു, എനിക്കും നല്ല പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. പിന്നെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പ്രശ്നങ്ങളായിരുന്നു. എന്തായാലും നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ചെയ്തില്ല, എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കമൻറ്റിനൊന്നും ഞാൻ റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ നമ്മുടെ ഇതിനകത്തോട്ട് പോലും കയറി നോക്കിയിട്ടില്ല ശരിക്കും. അത്രയും ഒരു മൂഡ് ഓഫിലൊക്കെ ആയിരുന്നു. ഇപ്പം എന്തായാലും ശരിയായി വരുന്നുണ്ട്, ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കിടന്നുറങ്ങിയിട്ട് രാവിലെ ബാക്കിയുള്ളത് കാണിക്കാം അല്ലേ. ഓക്കെ, ഗുഡ് നൈറ്റ്. സൽമാ ഡി ഇതൊക്കെ ഞാൻ കിടക്കട്ടെ കേട്ടാ. ഓക്കെ, നീ തീയും കാഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരുന്നോ. ഓക്കെ, ഞാൻ കിടക്കട്ടെ. ഓ, അപ്പോൾ ഞാൻ കിടക്കാൻ പോകട്ടോ, രാവിലെ കാണാൻ. കോട്ടൊക്കെ ഇട്ടിട്ട് കിടക്കേണ്ടി വരുന്നാ തോന്നണത്. സൽമാ നിനക്കുണ്ടാ? ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഭയങ്കര തണുപ്പ്. നമ്മൾ ഈ ഡാമിന്റെ സൈഡിലായതുകൊണ്ടേ ഭയങ്കര തണുപ്പ്. ആ സൈഡിലൊക്കെ കുടമഞ്ഞായിട്ടാ. കുറച്ച് തീയിട്ട് കാഞ്ഞങ്ങ് ഇരുന്നാലോ. കുറച്ചുകൂടി വിറക് കത്തി തീരാനുണ്ട്. സൽമക്ക് പിന്നെ വലിയ തണുപ്പൊന്നും അത്ര കുഴപ്പമില്ല അല്ലേ സൽമ? രാത്രി വേറെ ബഹളങ്ങളോ ശല്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. കുറച്ച് പട്ടിക്കുട്ടികൾ ഇങ്ങനെ സൈഡിൽ കൂടെ പോണ കരച്ചിലും ബഹളവും കേട്ടു. തള്ളയും പട്ടിയും കുട്ടികളും ഒക്കെ കൂടി. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ തണുപ്പ് ഭയങ്കര തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ രാത്രി കോട്ടൊക്കെ എടുത്തിട്ടാ, പക്ഷെ എന്നിട്ടും തണുപ്പായിരുന്നു. നമ്മളാ പുതയ്ക്കണ സാധനം ആ കട്ടിയുള്ളത് എടുത്തില്ല, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് സൽമക്കും എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുത്ത് നമുക്ക് തീയൊക്കെ ഇട്ട് കുറച്ചേരം ഇരിക്കുക അല്ലേ അല്ലേ? എന്താ സൽമ ചൂട് ചൂട്? ആ, തണുക്കണ്ടാ? ഏ, കുറേ ഐസ്ക്രീമിൻ്റെ പേപ്പറൊക്കെ ഉണ്ടായതുകൊണ്ടേ തീ എത്തിക്കാൻ സുഖ. എന്താണ്, എന്താ വേണ്ടത്? തരാം, ഇപ്പം തരാം. ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ തരാം. ആ, സൽമാക്ക് ഫുഡ് കൊടുക്കാൻ സമയമായി, അതാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇപ്പം തരാം കേട്ടോ. ഞാൻ കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കട്ടെ കേട്ടോ. ഇപ്പം തരാ. ഇതെന്താ തിളക്കാത്തേ?
ആ ഇത് തിളച്ചടോ എപ്പോഴേ അടച്ചു വെച്ചോണ്ടേ കണ്ടില്ല. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഇനി സൽമാക്കുള്ള ഫുഡ് അങ്ങ് റെഡിയാക്കി കൊടുത്താൽ സൽമ ഉഷാറാവും. നിങ്ങൾക്ക് തരാം ഞാൻ അങ്ങോട്ട് വരാം. നില്ല് സൽമാൻ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞില്ലേ. എന്താണ് ഇതെൻ്റെതാണ്. എന്തൊരു ആക്രാന്തിയാണ് കാണിക്കുന്നത്. അവിടെ ഇരിക്കാൻ അങ്ങോട്ട് തരൂലേ. ഇതാ ഇത് സൽമാക്ക് ഇവിടെ തീയത്തിരുത്തോ, ഇതെനിക്ക്. ഓക്കെ അല്ലേ? അപ്പം ഞാനും റെഡി, സൽമ റെഡി അല്ലേ സൽമ? നിറച്ച് മഞ്ഞുവെള്ളമാണ് നമ്മുടെ ഈ ഇതിനകത്തൊക്കെ കേട്ടോ, ടെൻറ്റിനകത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി ഉണങ്ങി എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. ഈ സൽമാനെയും കൂട്ടി ഞാൻ വീട്ടിലോട്ടല്ല പോണത്. പിന്നെ ഇനി അടുത്ത് ഇവിടെ തന്നെ നല്ല ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മൾ അന്നൊരു മുള കൊണ്ടൊരു വീടുണ്ടാക്കിയില്ലേ, അത് ഈ ഡാമിൻ്റെ അപ്പുറ സൈഡിലാണ്. അവിടെ ഒന്ന് പോകണം. അത് പൊളിച്ചിട്ടില്ല, ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അത് ഇപ്പോൾ കാണുന്നില്ല, മഞ്ഞായതുകൊണ്ട്. പിന്നെ അത് പൊളിച്ച് കളഞ്ഞിട്ടില്ല ആരും. അപ്പോൾ എന്തായാലും അവിടെ ഒരു ദിവസം പോവാം, ക്യാമ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ വലിയ ശല്യങ്ങളൊന്നും ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ കടുവയും പുലിയൊന്നും ഇങ്ങോട്ടില്ല എന്ന് പറയാനുള്ളതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നിറച്ച് നായ്ക്കുട്ടികളും പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കടുവയുള്ള സ്ഥലത്ത് അങ്ങനെ പട്ടികൾ ഉണ്ടാവില്ലല്ലോ. മാക്സിമം പട്ടികളെ ആദ്യം കൊണ്ടുപോകും അല്ലേ അല്ലേ പിന്നെ സൽമ ഉണ്ടായതുകൊണ്ടൊരു ധൈര്യമുണ്ട്. പിന്നെ നമ്മുടെ ആശാന്റെ സ്ഥിതിയാണെങ്കിൽ ആശാൻ ഭയങ്കര തിരക്കിലാണ്. ചിലപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ ഉറപ്പില്ല. പിന്നെ ആശാന് തിരക്ക് എന്ന് പറഞ്ഞാൽ പണിയാണ്. ഇപ്പോൾ പണിയുടെ ഒരു ടൈമാണല്ലോ. കുരുമുളക് പറിക്കുക, കാപ്പി പറിക്കുക, ചോല വെട്ടുക, അങ്ങനെ ഓരോ പണിയായതുകൊണ്ട് അങ്ങനെ ഓരോ പണിയിലാണ് അവൻ. അപ്പോൾ ചിലപ്പോൾ ഇന്ന് വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഉറപ്പില്ല, ചിലപ്പോൾ വരാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പിങ്. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ ഓരോ സാഹചര്യം കൊണ്ട് ഇങ്ങനെ ഡിലേ ആയി പോയതാണ്. ഇനിയിപ്പോൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. സ്ഥലം നമുക്ക് പറ്റിയൊരു സ്ഥലമല്ല, സ്ഥലങ്ങളുണ്ട്, പക്ഷെ അവിടെ ഒന്നും പോയി ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. എന്തായാലും നോക്കട്ടെ, സെറ്റാക്കണം. ഇങ്ങനെ ഇരുന്നാലും പറ്റില്ലല്ലോ അല്ലേ സൽമ? ഇനിയിപ്പോൾ സൽമ ഉണ്ടല്ലോ, സൽമയ്ക്ക് അല്ല എനിക്ക് കൂട്ടായിട്ട് സൽമയും സൽമയ്ക്ക് കൂട്ടായിട്ട് ഞാനും അല്ലേ? എന്താണ് കഴിഞ്ഞാ? മതിയില്ലേ? ഇനി പിന്നെ കേട്ടാ ഇനി പിന്നെ തരാം കേട്ടോ. ഓക്കെ, പിന്നെ തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. പിന്നെ ഞാനെന്തായാലും ഇതെല്ലാം ഒന്ന് ഉണങ്ങി കുറച്ച് കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അതായത് ഈ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടേ പതുക്കെ പോവുള്ളൂ. അപ്പോൾ ഞാനും സൽമയും ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല. ഇതിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കണം. കുറച്ച് അങ്ങോട്ട് മാറി ചെയ്യാം, നിരന്ന സ്ഥലം കുറേ ഉണ്ട്, അങ്ങോട്ട് ചെയ്യാം. പിന്നെ
ഈ ഡാമിൻ്റെ അക്കരെ സൈഡ് പോവാം. പക്ഷെ അത് ഇങ്ങനെ കുറേ കറങ്ങി ഒരു 4 കിലോമീറ്റർ ഓളം കറങ്ങി വേണം അക്കരെ ചെല്ലാൻ. എന്താ വെച്ചാൽ ചുറ്റാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഇന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ കാട്ടിലൊന്നും പോയി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇവിടുത്തെ അവസ്ഥ അതായതുകൊണ്ടാട്ടോ ഇവിടെ തന്നെ വന്നത്. പിന്നെ കൂട്ടിനിപ്പോൾ സൽമയുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇല്ല സൽമ, കൂട്ടിനിപ്പോൾ സൽമയും കൂടി ഉണ്ടായതുകൊണ്ട് നമുക്ക് പിന്നെ പേടിക്കാനും ഇല്ല അല്ലേ? സൽമ സൽമ എന്ന് വിളിക്കുമ്പോഴേ ഇത് പറയുമ്പോൾ ഇതിങ്ങനെ ശ്രദ്ധിക്കുക, ചെവി ഇങ്ങനെ 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 നോക്കുക. അപ്പോൾ ഞാനും സൽമയും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ അല്ലേ സൽമ? പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം പറയട്ടാ. കമൻറ്റ് ചെയ്യും. പിന്നെ കുറച്ച് കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കാനുണ്ട്. ഞാൻ ആ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കമൻറ്റ് വന്നിരുന്നു. ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുത്തില്ല. ഞാൻ അതിൽ കയറി തന്നെ നോക്കിയിട്ടില്ല. ആകെ ഒരു മൂഡ് ഓഫിലായിരുന്നു. മൊത്തത്തിൽ ഒരു സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം. അത് ഇന്ന് തന്നെ ഇപ്പം തന്നെ ഇരുന്ന് ഞാൻ കൊടുക്കും കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? ഓക്കെ, പറയ് ടാറ്റാ ടാറ്റാ ടാറ്റാ. ഓക്കെ ഓക്കെ എന്ന് പറയും, ഇങ്ങനെ പറയേ ടാറ്റാന്ന് പറയും.